സുധാരശാന്തി നമസ്കാരം. നമസ്കാരം. നമ്മൾ വിശ്വർമ്മ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊരു കർക്കിടവാവിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ദക്ഷിണായന കാലത്ത് ആദ്യമായിട്ട് വരുന്ന വാവാണ്. ആ വാവിന് പ്രത്യേകതയും മറ്റുള്ള കാര്യങ്ങളുണ്ട്. പിതൃമോക്ഷത്തിന് അതിന് ജലാമറ്റം ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഇവിടെ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ നദി പൂർണ്ണ നദി പോലെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഇത് ഇത്രയും ഭാഗത്ത് ഒഴുകണേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവിടുത്തെ വിഗ്രഹം എന്ന് പറയുമ്പോൾ ഇവിടെ വന്ന് കിട്ടിയിട്ടുള്ളതും ഇവിടെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളതും ആയതുകൊണ്ട് ഇവിടെ വന്നവർക്ക് പുറമേ നിന്ന് വന്നവർക്കാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം ഈ ക്ഷേത്രമായിട്ട്. പിന്നെ വിശ്വകർമ്മരെ കുറിച്ച് പറയുകയാണെങ്കിൽ വിശ്വകർമ്മരാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാ വർക്കുകളും ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് പ്രപഞ്ചം നിലനിർത്തുന്നത് തന്നെ. സൃഷ്ടാവിൻ്റെ പൂർത്തീകരണം. സൃഷ്ടാവെന്ന് പറയുമ്പോൾ ആദിശിവനെ നിരാലംബെ സ്വയംഭൂ വിശ്വബ്രഹ്മണ എന്ന് പറയുന്നത്. വിശ്വബ്രഹ്മാവാണ് ആദ്യം ഉണ്ടായത്. ആ ഗണപതിയാണ് ഗണാനാംപതി ഗണപതി. ഗണപതി എന്ന് പറയുമ്പോൾ ആനയുടെ തലയും മറ്റേതൊന്നുമല്ല, സകല ഗണങ്ങൾക്കിടെയും പതിയായതുകൊണ്ടാണ് ഗണപതി എന്ന് പറഞ്ഞത്. ഈ നമ്മുടെ 7 തലമുറ മുന്നേ മരിച്ചു പോയിട്ടുള്ള പൂർവ്വപിതൃക്കൾക്ക്, ഈ തലമുറയിൽ മരിച്ച പൂർവ്വപിതൃക്കൾക്ക്, അച്ഛൻ വഴിക്ക് അമ്മ വഴിക്ക് മരിച്ച പിതൃക്കൾക്ക്, പിന്നെ നമ്മുടെ മൂലകുടുംബ പരദേവതകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർക്ക് വരെ ശ്രാദ്ധ കൂട്ടി, എത്ര പേർക്കാണോ ആരൊക്കെയാണോ മരിച്ചത് അവർക്കൊക്കെ പ്രത്യേകം ശ്രാദ്ധ കൂട്ടി ആണ് നമ്മൾ കർമ്മങ്ങൾ പോണേ. പിന്നെ കർമ്മത്തിന് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ വെന്തിയും മറ്റുള്ള പൂക്കളൊന്നും നമ്മൾ ഉപയോഗിക്കില്ല. ചെത്തിയും തുളസിയും മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അത് ഈ ആവിന് മാത്രമാണ് അരി വെച്ചിട്ടുള്ളത് തന്നെ. മറ്റേ സാധാരണ ദിവസങ്ങളിലൊക്കെ ചോറ് വെച്ച് ആണ്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോറ് വെച്ച് തന്നെ അരി പറ്റിച്ച് തന്നെ വെച്ച് ആണ് ശ്രാദ്ധ കൂട്ടുന്നത്. ഇപ്പോൾ പിതൃക്കൾക്ക് ഇപ്പോൾ ശ്രാദ്ധ കൂട്ടി യഥാവിധി ശ്രാദ്ധ കൂട്ടി വന്നു കഴിയുമ്പോൾ അവർക്ക് മോശം കിട്ടിക്കഴിയുമ്പോൾ നമുക്കിപ്പോൾ വരുന്ന ആൾക്കാർക്കുടെ ദക്ഷിണ മാത്രമല്ല, പുറമേ നിന്ന് നമുക്ക് അവർക്ക് മോശം കിട്ടിക്കഴിയുമ്പോൾ അവരും നമ്മളെ ഒരു കണ്ണിക്കിടെ നോക്കിയിട്ട് നമുക്ക് അഭിവൃദ്ധിയും കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. നമ്മുടെ ശത്രുദോഷവും കൂടി മാറുന്ന രീതി. ശത്രുദോഷം മാത്രമല്ല, പ്രപഞ്ചത്തിൽ നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന എല്ലാ ദോഷങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള ദുരാചാര കർമ്മങ്ങൾ മറ്റുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ആഭിചാര കർമ്മങ്ങൾ വരെ ചെയ്തുകൊണ്ട് വരുന്ന ഫലങ്ങളൊക്കെ ഈ വിശ്വകർമ്മനെ, അതായത് ഗായത്രിയാണ് മാത്രം മതി. ഗായന്തം ത്രായതി ഇത് ഗായത്രി എന്നാണ് പറഞ്ഞ മനസ്സിലുണ്ടോ? ഗായന്തം ത്രായതി ഇത് ഗായത്രി. ഗായത്രി മാത്രം ജപിച്ചാൽ മതി, വേറൊരു മന്ത്രത്തിലേക്കും പോകണ്ട. ഗായത്രി വിശ്വകർമ്മർക്ക് ഗായത്രി സ്വരൂപം എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ 24 അക്ഷരമാണ് ഗായത്രിയിലുള്ളത്. മന്ത്രത്തിൽ 24 അങ്കുലമാണ് ഒരു കൊച്ചുമുഴക്കോലിനുള്ളത്. ആ, അപ്പോൾ ഗായത്രി സ്വരൂപമായില്ലേ കൊച്ചുമുഴക്കോല്. പിന്നെയും പറഞ്ഞുതരാം. ഇനി അത് 72 സെൻറ്റിമീറ്ററാക്കി കൊണ്ട് കിടക്കുന്നുണ്ട്. 72 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ആരോഗ്യവനായ ഒരു മനുഷ്യൻ്റെ 1 മിനിറ്റിൽ ഹൃദയം ഇടിക്കുന്നത് 72 പ്രാവശ്യമാണ്. അതിനകത്ത് കുറവ് വന്നാൽ അവന് ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ലോകത്തിൻ്റെ ഹൃദയസ്പന്ദനം. ആ, അതാണ് ഇത് പറഞ്ഞത്. അതാണ് വിശ്വകർമ്മരും മുഴക്കോലും മറ്റുള്ള കാര്യങ്ങളും പ്രമാണങ്ങളുമായിട്ടുള്ള ബന്ധം. സുധാകരൻ ശാന്തിയാണ് ഇപ്പം നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത്. വിശ്വകർമ്മ സമൂഹത്തിലെ വിശ്വാസങ്ങളും വിശ്വാസ പ്രമാണങ്ങളും കർക്കിടകവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മളോട് പങ്കുവച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് പ്രണവ് ബാലനോടൊപ്പം ഇൻ റിപ്പോർട്ടർ അനൂപ് കണ്ണൂർ.